അത്വാ മാ പ്രാപ്സാസി സ്വർഗേ ജിത്വാ മാ ഭോഷാസി മഹി തസ്മാദുദ്ദിഷ്ട കൗന്ദേയ യുദ്ധായ കൃപനിശ്ചയ. അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്ത മനസ്സാം ശംഖമൂതി ലോലപീതാംബര ചാർത്തുകൾക്കപ്പുറം പീലിമുടി വനമാലകൾക്കപ്പുറം പ്രീതിപ്പൊലീമതൻ പൊൻതിടമ്പാം മഹാ ജ്യോതിസ്വരൂപനെ കാണുന്നതില്ലയോ. മാതൃഭൂമി കാഫെസ്റ്റിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യാതിഥിയായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, മാതൃഭൂമി MD MV ശ്രേയാംസ് കുമാറിനും ചടങ്ങിന്റെ ഉദ്ഘാടകനായ നടൻ മോഹൻലാലിനുമൊപ്പം ഇലക്ട്രിക് ഓട്ടോയിലാണ് യൂസഫ് അലി ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത്. മാതൃഭൂമിയുമായി കാലങ്ങളായുള്ള അടുപ്പം വിശദീകരിച്ചുകൊണ്ട് ആരംഭിച്ച പ്രസംഗം ഭഗവത്ഗീതയിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് യൂസഫ് അലി അവസാനിപ്പിച്ചത്. മൺമറഞ്ഞുപോയ പല പ്രഗത്ഭരായ എഴുത്തുകാരാൽ സമ്പന്നമായിരുന്നു മാതൃഭൂമിയെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച മലയാള പത്രമാധ്യമ രംഗത്തെ പ്രമുഖരായ മാതൃഭൂമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 7ാമത് മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവം ഉദ്ഘാടന ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തട്ടെ. മാതൃഭൂമിയുമായുള്ള എൻ്റെ ഹൃദയബന്ധത്തിന് ശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ദീർഘകാലം മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന മൺമറഞ്ഞുപോയ ബഹുമാനപ്പെട്ട MP വീരേന്ദ്രകുമാർ അവർകൾ, PV ഗംഗാധരൻ എന്നിവരുമായി അടുത്ത സ്നേഹബന്ധവും സാഹോദര്യവുമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതാണ് ഞാൻ നേരത്തെ ഗാട്ട് സൂചിപ്പിച്ചത്. ഇന്ന് അക്കാഡമിക് സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നത്, കേരളത്തിൽ പല യൂണിവേഴ്സിറ്റികളിലും ഞാൻ സംസാരിക്കാൻ പോകാറുണ്ട്. ഞാൻ പറയുന്നു, കേരളത്തിൽ MP വീരേന്ദ്രകുമാർ എന്ന മഹാനായ ഒരു എക്കണോമിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാട്ട് നിങ്ങൾ വായിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. അതുപോലെ ചന്ദ്രേട്ടൻ ഞാനുമായിട്ട് വളരെ സ്നേഹബന്ധം പുലർത്തുന്ന ആളാണ്. അവർ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ സാധ്യമല്ല. മിസ്റ്റർ മോഹൻലാൽ പറഞ്ഞ മാതിരി ഏതൊരു മലയാളിയുടെയും ദിനചര്യ ആരംഭിക്കുന്നത് പത്രങ്ങൾ വായിച്ചറിഞ്ഞാണ്. മഹാകവി വള്ളത്തോൾ, G. ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ, ബാലാമണിയമ്മ, സുഗതകുമാരി, MT തുടങ്ങിയ മഹാരഥന്മാർ അതിനാൽ സമ്പന്നമായിരുന്നു മാതൃഭൂമി എന്ന പ്രസ്ഥാനം. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ മാതൃഭൂമിയിൽ KP കേശവമേനോൻ എഴുതിയ നാം മുന്നോട്ട് എന്ന ഒരു പത്നി സ്ഥിരമായി ഞാൻ വായിക്കാറുണ്ടായിരുന്നു. അറിവിൻ്റെ നിറകുടമായ KP കേശവമേനോൻ അവർ എഴുതിയ നാം മുന്നോട്ട് എന്ന എല്ലാ ആഴ്ചയിലും ആ പത്നി വരും. അതുകൊണ്ടൊക്കെ സമ്പന്നമാണ്. അപ്പോൾ അവർ ഏതാണ്ട് 700 ലോകത്തിലെമ്പാടുമുള്ള 700 സാഹിത്യകാരന്മാർ 250ഓളം സെഷൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി വന്ന എല്ലാവർക്കും ഞാൻ അഭിനന്ദനം. ഈ സംരംഭത്തിൽ വരാൻ എനിക്ക് സാധിച്ചതിൽ എന്നെ ക്ഷണിച്ചവരോടുള്ള എൻ്റെ നന്ദി. ഈ സംരംഭം വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഭഗവത്ഗീതയിൽ നിന്ന് 2 അക്ഷരം എന്തെങ്കിലും മോഹൻലാൽ പാടിയപ്പോൾ 2 അക്ഷരം ഞാൻ ഭഗവത്ഗീതയിൽ പാടട്ടെ. അത്വാ മാ പ്രാപ്സാസി സ്വർഗേ ജിത്വാ മാ ഭോഷാസി മഹി
തസ്മാദുദ്ദിഷ്ട കൗന്ദേയ യുദ്ധായ കൃപനിശ്ചയ. സന്തോഷം. പുതിയ ലുക്കിൽ ഉദ്ഘാടന വേദിയിലെത്തിയ മോഹൻലാൽ മലയാള സാഹിത്യത്തിന്റെ പിന്നിട്ട വഴികൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത്. മലയാള സാഹിത്യത്തിലെ ഭീമസേനൻ അടക്കമുള്ള കഥാപാത്രങ്ങൾ അനശ്വരമാക്കിയതിനെ കുറിച്ച് പറഞ്ഞ മോഹൻലാൽ കവിത ചൊല്ലിയാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇവിടെ എന്നെ കേൾക്കുന്നത് ഒരു സാധാരണ സദസ്സല്ല. ഞാൻ അഭിനയിച്ച അഗ്നിദേവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഒരു ഗാനത്തിലെ വരി പോലെ അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്ത മനസ്സാം ശംഖുമൂതി. ലോകത്തിൻ്റെ നാനാദേശങ്ങളിൽ നിന്ന് വന്ന എഴുത്തുകാരും വിവിധ പ്രതിഭകളുമാണ് മുന്നിൽ. ഈ മഹത് സദസ്സിന് മുന്നിൽ എൻ്റെ വാക്കുകൾ പിഴയ്ക്കരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം. മാതൃഭൂമിയുടെ അക്ഷരോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അർഹത എന്താണ് എന്ന് ഞാൻ സ്വയം ചോദിച്ചു. 100 വർഷത്തെ മലയാള ഭാഷയിലുണ്ടായ നോവലുകളിലെ 10 കഥാപാത്രങ്ങളെ കഥയാട്ടം എന്ന പേരിൽ വേദിയിൽ അവതരിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ദുലേഖയിലെ സൂര്യൻ നമ്പൂതിരി മുതൽ രണ്ടാമൂഴത്തിലെ ഭീമൻ വരെ വെറും ഒരു അഭിനേതാവായ എനിക്ക് മലയാള ഭാഷ നൽകിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇന്ന് അതിനെ കണ്ടത്. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ കഥാപാത്രങ്ങളെയും അവയെ സൃഷ്ടിച്ച എഴുത്തുകാരെയും ഓർക്കുന്നു. ഞാൻ അടക്കമുള്ള ധാരാളം മലയാളികൾ രാവിലെ കണി കണ്ടുണരുന്ന 4 അക്ഷരമാണ് മാതൃഭൂമി. ഒരു നൂറ്റാണ്ടിന് മുമ്പേ പ്രകാശിച്ച മാതൃഭൂമി എന്ന അക്ഷരങ്ങളിൽ ഇപ്പോഴും ക്ഷയിക്കാത്ത ചൈതന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മാതൃഭൂമി മലയാളിക്ക് വെറും ഒരു പത്രം മാത്രമല്ല, മഹാത്മാഗാന്ധിയുടെ അനുഗ്രഹത്തോടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പിറന്ന ഈ പ്രസ്ഥാനം കഴിഞ്ഞ 103 വർഷങ്ങളായി കേരള ജീവിത സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ നാടിൻ്റെ ഭൗതികവും സാംസ്കാരികവും ആത്മീയവുമായ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മാതൃഭൂമിയുടെ സാന്നിധ്യവും അക്ഷര മുദ്രകളുമുണ്ട്. അതുകൊണ്ട് തന്നെ മാതൃഭൂമി എന്നാൽ സത്യവും വിശ്വാസ്യതയുമാണ്, മായം കലരാത്ത അക്ഷരങ്ങളാണ്. മലയാളിയോട് വളരെ ഉത്തരവാദിത്തമുണ്ട് എന്ന തിരിച്ചറിവിൽ ഇനിയും നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ മാതൃഭൂമിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കോഴിക്കോട് ആസ്ഥാനമായി പിറന്ന മാതൃഭൂമി അതിൻ്റെ അക്ഷരോത്സവം നടത്താൻ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുത്തത് കേരളത്തെ സമഗ്രമായി കാണാനുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവനന്തപുരത്തെ സാധാരണയായി രാജകാലത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും മാത്രം മണ്ണായാണ് പലരും പറയാറുള്ളത്. എന്നാൽ സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രൗഢി ചാർത്തി നിൽക്കുന്ന ദേശം കൂടിയാണ് എൻ്റേതും കൂടിയായ ഈ തിരുവനന്തപുരം. CV രാമൻപിള്ള എന്ന ഒറ്റപ്പേര് മതി ഇതിന് തെളിവായി. CV-യുടെ കാളിയുടയൻ ചന്ദ്രക്കാരനായി വേദിയിൽ വേഷമിടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സിനിമയായിരുന്നു എൻ്റെ യൗവനത്തിൻ്റെ ലോകമെങ്കിലും ഞങ്ങൾക്ക് ചുറ്റും ഈ തിരുവനന്തപുരത്തെ മണ്ണിൽ വലിയ എഴുത്തുകാർ ജീവിക്കുന്നുണ്ടായിരുന്നു. P. കേശവദേവ്, S. ഗുപ്തൻ നായർ, M. കൃഷ്ണൻ നായർ, ONV കുറുപ്പ്, സുഗതകുമാരി, വിഷ്ണു നാരായണൻ നമ്പൂതിരി, P. പത്മരാജൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ, പുതുശ്ശേരി രാമേന്ദ്രൻ എന്നിവരെയെല്ലാം ഞങ്ങൾ വിദൂരത്ത് നിന്ന് കാണുമായിരുന്നു. അക്ഷരത്താൽ പ്രകാശിക്കുന്ന ഈ വലിയ മനുഷ്യരെ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. അവരോടൊക്കെയുള്ള ബഹുമാനം ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. അവരുടെയൊക്കെ വിദൂരമായ അനുഗ്രഹം കൂടിക്കൊണ്ടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ എനിക്ക് സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാള സാഹിത്യത്തിലും സംസ്കാരത്തിലും ഈ ദേശത്തിനും നഗരത്തിനുമുള്ള സ്ഥാനം തിരിച്ചറിഞ്ഞ് ഇത്രയും വലിയ അക്ഷരോത്സവം നടത്താൻ തലസ്ഥാന നഗരിയെ തിരഞ്ഞെടുത്ത മാതൃഭൂമിയോടും അതിൻ്റെ സാരഥികളോടുമുള്ള നന്ദി തിരുവനന്തപുരത്താർക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുന്നു. സാഹിത്യവുമായിട്ടുള്ള മറ്റൊരു ബന്ധം തിരക്കഥകളിലൂടെയാണ്. എഴുത്തുകാരുടെ കൈപ്പടയിലുള്ള തിരക്കഥ വായിക്കുക എന്നതൊരു പുസ്തകം വായിക്കുന്നതിൻ്റെ അതേ അനുഭൂതി തരമായിരുന്നു. MT വാസുദേവൻ നായർ, P. പത്മരാജൻ, ലോഹിതദാസ്, രഘുനാഥ് പലേരി, T. ദാമോദരൻ മാഷ്, ജോൺ പോൾ, ശ്രീനിവാസൻ, സത്യനന്ദിക്കാട്, രഞ്ജിത്ത്, പ്രിയദർശൻ എന്നിവരുടെ എല്ലാം കൈപ്പടകൾ
ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അവയെല്ലാം എനിക്ക് അത്ഭുതമായിരുന്നു. അവയിൽ നിന്ന് എൻ്റെ കഥാപാത്രങ്ങൾ ഉടൽ പൂണ്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് കൈയക്ഷരത്തിൽ എഴുതിയ തിരക്കഥയില്ല, എന്നാലും അക്ഷരങ്ങൾ ജീവിക്കുന്നു. അക്ഷരോത്സവം എന്നാണ് പേരെങ്കിലും ഇവിടെ സാഹിത്യം മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യ വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും 4 ദിവസങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുന്നു. പത്രത്തിൽ ഈ അക്ഷരോത്സവത്തിൻ്റെ വാർത്തകൾ വായിക്കുമ്പോൾ അതിൻ്റെ വൈവിധ്യം എന്നെ അമ്പരപ്പിക്കാറുണ്ട്. ഉള്ളടക്കത്തിൻ്റെ ഈ വൈവിധ്യത്തിനോടൊപ്പം ഇതിൻ്റെ സംഘാടനവും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത്തവണ വിവിധ ദേശങ്ങളിൽ നിന്നായി 700-ലധികം പ്രതിഭകളാണ് എത്തുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവരെയെല്ലാം തുല്യ പ്രാധാന്യത്തോടെ സ്വീകരിച്ച് അവർക്ക് യാതൊരു വിഷമങ്ങളും നേരിടാതെ തിരിച്ചയക്കുക എന്നതൊരു ഭഗീര പ്രയത്നം തന്നെയാണ്. കഴിഞ്ഞ 6 വർഷമായി അത് ഭംഗിയായി നടത്തുന്ന അക്ഷരോത്സവം ചെയർമാൻ MV ശ്രേയാംസ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം മാതൃഭൂമിയെ ഞാൻ ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. മാതൃഭൂമിയുടെ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും പുതിയ തലമുറയും ഇതിലുണ്ട് എന്നും എനിക്കറിയാം. ഒത്തൊരുമയോടെ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് ജോലി മാത്രമല്ല, അത്ഭുതകരമായ സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. വരും വർഷങ്ങളിൽ ഇതുപോലെ ഗംഭീരമായി ഈ അക്ഷരോത്സവം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ. ഇതിനു മുമ്പ് ഒരിക്കൽ അക്ഷരോത്സവത്തിൻ്റെ വേദിയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അജ്ഞാതനായി സദസ്സിലിരുന്ന് ഇവിടെ നടക്കുന്ന വലിയ ഭാഷണങ്ങൾ കേൾക്കുക എന്നത് എൻ്റെ ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നമാണ്. സാധിക്കാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണുക. അടുത്ത 4 ദിവസം ഇവിടെ നടക്കുക ഒരു വലിയ മഹോത്സവമാണ്. അത് നിങ്ങൾ കണ്ടാസ്വദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുക. ഞാൻ വിദൂരത്ത് എൻ്റെ ഏകാന്തയിലിരുന്നെല്ലാം കേട്ടും വായിച്ചും മനസ്സിലാക്കിക്കൊള്ളാം. അക്ഷരോത്സവമായതുകൊണ്ട് 4 വരി കവിത ചൊല്ലി ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാൻ എന്നെ അനുവദിക്കണം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളായ P. കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിതയിലെ ഈ 4 വരികൾ എപ്പോഴും ഞാൻ കേൾക്കുകയും ചൊല്ലുകയും ചെയ്യാറുള്ളതാണ്. ഈ വരികളിലെ പ്രപഞ്ച ദർശനമാണ് എന്നെ ആകർഷിച്ചത്. മനുഷ്യനിലെ മഹത്തായ സർഗപ്രതിഭയെ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും 4 നല്ല ദിവസങ്ങൾ, ഉത്സവ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ടും ഈ കവിതയിലെ വരികൾ ഞാൻ ചൊല്ലാം. ലോലപീതാംബര ചാർത്തുകൾ കപ്പൂരം പീലിമുടി വനമാലകൾ കപ്പുറം പ്രീതിപ്പൊലീമതൻ പൊൻതിടമ്പാ മഹാ ജ്യോതിസ്വരൂപനെ കാണുന്നതില്ലയോ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മാതൃഭൂമി അക്ഷരോത്സവം 7ാം പതിപ്പിന്റെ ഫെസ്റ്റിവൽ പാർട്ണറാണ് ലുലു. തിരുവനന്തപുരം കനകക്കുന്നിൽ 4 നാൾ നീണ്ടു നിൽക്കുന്ന അക്ഷരോത്സവത്തിൽ നിരവധി ദേശീയ അന്തർദേശീയ സാഹിത്യകാരന്മാർ പങ്കെടുക്കും.